ഹായ് അങ്ങനെ അടുത്തൊരു വെള്ളിയാഴ്ച എത്തിയിരിക്കുകയാണ് തിയേറ്ററുകളിൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസം ജൂൺ മാസം 27-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 11ഓളം റിലീസുകളാണ് ജൂൺ മാസം 27-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്യുന്നത് ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക് അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ എന്നിവരൊക്കെ അതിഥി താരങ്ങളായിട്ട് വരുന്ന തെലുങ്ക് മൂവിയായിരുന്നു കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ വിഷ്ണു മഞ്ജുവാണ് ഈ സിനിമയിൽ നായകനായിട്ട് വന്നിട്ടുള്ളത് ഒരു ആക്ഷൻ ഡ്രാമ ഫാന്റസി പീരിയോഡിക് വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ് തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ ജൂൺ മാസം 27-ാം തീയതി തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് അടുത്ത ഒരു ആക്ഷൻ സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് F1 ദ മൂവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ബ്രാഡ് പിറ്റ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ഈ സിനിമ ജൂൺ മാസം 27-ാം തീയതി അതായത് നാളെ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുകയാണ് അടുത്ത ഒരു ഹൊറർ സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മേഗൻ 2.0 എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ജൂൺ മാസം 27-ാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ആനിമേഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജാപ്പനീസ് മൂവിയാണ് നെരൂറ്റോ ദ മൂവി നിഞ്ച ക്ലാഷ് ഇൻ ദ ലാൻഡ് ഓഫ് സ്നോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ജാപ്പനീസ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ജൂൺ മാസം 27-ാം തീയതി നാളെയാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് അടുത്തൊരു ഫാന്റസി ഹൊറർ മിത്തോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് മാ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് കാജൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ഈ സിനിമയും നാളെ അതായത് ജൂൺ മാസം 27-ാം തീയതിയാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് അടുത്തൊരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് നികിത റോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് സോനാക്ഷി സിൻഹ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ജൂൺ മാസം 27-ാം തീയതി തന്നെയാണ് ഈ ഒരു സിനിമ റിലീസ് വരുന്നത് അടുത്തൊരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് വെൽഡൺ സി എ സഹാബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഈ ഒരു സിനിമയും 27-ാം തീയതി ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ലവ് മാരേജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് വിക്രം പ്രഭു പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ഈ ഒരു സിനിമയും തമിഴ് ഭാഷയിൽ 27-ാം തീയതി ജൂൺ മാസം 27-ാം തീയതി വെള്ളിയാഴ്ച തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുകയാണ് അടുത്തൊരു ക്രൈം സൂപ്പർ നാച്ചുറൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് തമിഴിലും തെലുങ്കിലായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ് മാർഗാൻ എന്ന് പറഞ്ഞ സിനിമ ഈ ഒരു സിനിമ വിജയ് ആന്റണിയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമ 27-ാം തീയതി അതായത് ജൂൺ മാസം 27-നാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത് അടുത്ത ഒരു മലയാള സിനിമയാണ് ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് കൂടൽ എന്ന് പറഞ്ഞ സിനിമ ബിബിൻ ജോർജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ജൂൺ മാസം 27-ാം തീയതിയാണ് ഈ ഒരു സിനിമയും റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് അടുത്തൊരു മലയാള സിനിമ ഉണ്ട് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ സന്തോഷ് കിയാറ്റൂറും ഖുഷ്ബു ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ഈ ഒരു സിനിമയും 27-ാം തീയതി ജൂൺ മാസം 27-നാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് ഓക്കെ അപ്പോൾ 27-ാം തീയതി വേറൊരു സിനിമ കൂടി തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അവർ പോസ്റ്റ്പോൺ ചെയ്തു ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സുരേഷ് ഗോപി അനുപമ പരമേശ്വരനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത JSK എന്ന് പറഞ്ഞ സിനിമ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ ഒരു കോർട്ടൂൺ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഈ ഒരു സിനിമ ജാനകി എന്നുള്ള ആ ഒരു പേരോട് സെൻസർ ചെയ്ത് ലഭിച്ചില്ല എന്നുള്ളതാണ് ജാനകി എന്നുള്ള പേര് മാറ്റണം എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അടുത്ത് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് അടുത്ത ആഴ്ചയിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ എന്നാൽ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു JSK എന്ന് പറഞ്ഞ സിനിമ ഓക്കെ അപ്പോൾ ഇത്രയും സിനിമകളാണ് 11ഓളം സിനിമകളാണ് ജൂൺ മാസം 27-ാം തീയതി തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ ആദ്യ ദിവസം തന്നെ കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ